കർണാടകത്തിലെ വനിതകൾക്ക് പിന്നാലെ സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും സൗജന്യ ബസ് യാത്ര ഒരുക്കി സംസ്ഥാന സർക്കാർ ശ്രദ്ധേയമായ ഒരു സാമൂഹിക പരിഷ്കരണത്തിനൊരുങ്ങുകയാണ്. ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണ്. ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന് ഈ സുപ്രധാന തീരുമാനം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പങ്കുവച്ചത്. സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര എന്ന ശക്തി പദ്ധതി 500 കോടി ടിക്കറ്റുകൾ വിതരണം ചെയ്ത് വൻ വിജയകരമായതിന് പിന്നാലെയാണ് ഈ പുതിയ പ്രഖ്യാപനം എന്നത് ഈ പദ്ധതിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കർണാടക പബ്ലിക് സ്കൂളിലെ LKG മുതൽ പ്രീ യൂണിവേഴ്സിറ്റി വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് സൗജന്യ ബസ് യാത്രാ സൗകര്യം ലഭ്യമാക്കുക. നിലവിൽ കന്നഡയിലും ഇംഗ്ലീഷ് മീഡിയത്തിലുമായി 308 KPS സ്കൂളുകളാണ് സംസ്ഥാനത്തിലുള്ളത്. ഓരോ KPS സ്കൂളിലും ഏകദേശം 2000-ൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇതിൽ പകുതിയോളം ആൺകുട്ടികളാണെന്നത് കണക്കാക്കിയാൽ 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് പുതിയ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന ശക്തി പദ്ധതി നിലവിലുള്ളതിനാൽ KPS സ്കൂളുകളിലെ വിദ്യാർത്ഥിനികളെ ഈ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ഇത് ആൺകുട്ടികൾക്ക് മാത്രമായി പദ്ധതിയുടെ പ്രയോജനം പരിമിതപ്പെടുത്താൻ സർക്കാരിനെ സഹായിക്കും. ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡി ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഉപമുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഈ പദ്ധതി യാഥാർത്ഥ്യമാവുമെന്നുള്ള വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം സൗജന്യമാക്കുന്നത് വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് പോലും കൂടുതൽ വിദ്യാർത്ഥികളെ KPS സ്കൂളുകളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും. ഇത് പൊതുവിദ്യാഭ്യാസത്തിലെ നിലവാരം ഉയർത്തുന്നതിനും സർക്കാരിന്റെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും നിർണായകമാണ്. വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുക, പൊതുഗതാഗത സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നിവയും ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്.